എല്ലാവർക്കും നമസ്കാരം. ലളിത സഹസ്രനാമം ചൊല്ലുന്നതിന് മുമ്പ് ന്യാസം ചെയ്യുക എന്ന സമ്പ്രദായമുണ്ട്. ആ ന്യാസം മുഴുവനും വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല, ക്യാമറ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആകാവുന്നത് ഞാൻ ചൊല്ലി കാണിക്കുകയാണ്, അറിയാൻ വയ്യാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ചൊല്ലുമ്പോൾ കൈ രണ്ടും തൊഴുത് പിടിച്ചുകൊണ്ട് ഓം അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രമാല മന്ത്രസ്യ ഇത്രയും പറഞ്ഞിട്ട് വശിന്യാദിഭ്യോം വാഗ്ദേവതാഭ്യാം ഋഷിഭ്യോം നമഃ എന്ന് പറയുമ്പോൾ ഇടത് കൈയിൽ ചിന്മുദ്ര പിടിക്കുക, വലത് കൈയിൽ മൃഗമുദ്ര പിടിക്കുക, രണ്ടുപേരിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വശിന്യാദിഭ്യോം വാഗ്ദേവതാഭ്യാം ഋഷിഭ്യോം നമഃ മൂർധാവിൽ തൊടുക. അനുഷ്ടുപ് ഛന്ദസേ നമഃ ആ കൈ കൊണ്ടുവന്നിട്ട് മേൽചുണ്ടിൽ തൊടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കീഴ്ചുണ്ടിൽ തൊടുകരുത്. ഒന്നുകൂടെ പറയാം. അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രമാല മന്ത്രസ്യ വശിന്യാദിഭ്യോം വാഗ്ദേവതാഭ്യാം ഋഷിഭ്യോം നമഃ അനുഷ്ടുപ് ഛന്ദസേ നമഃ ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവതായൈ നമഃ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവതായൈ നമഃ എന്ന് പറയുമ്പോൾ ആ കയ്യ് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ തൊടുക. അപ്പം ഋഷിഭ്യോം നമഃ അനുഷ്ടുപ് ഛന്ദസേ നമഃ ദേവതായൈ നമഃ. ഒന്നുകൂടെ കാണിക്കാം. ഓം അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രമാല മന്ത്രസ്യ വശിന്യാദിഭ്യോം വാഗ്ദേവതാഭ്യാം ഋഷിഭ്യോം നമഃ അനുഷ്ടുപ് ഛന്ദസേ നമഃ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവതായൈ നമഃ. ഇനിയും ആയും ശ്രീമദ് വാഗ്ഭവകോടേതി ബീജം ക്ലീം മധ്യകോടേതി ശക്തിഃ സൗം ശക്തികോടേതി കീലകം. ശക്തി കൂടേതി കീലകം എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ കൊണ്ടും പുറങ്കാലിൽ തൊടുകയാണ് ചെയ്യുക. അതിവിടെ കാണാൻ പറ്റത്തില്ല, എങ്കിലും ആയും ശ്രീമദ് വാഗ്ഭവകോടേതി ബീജം ക്ലീം മധ്യകോടേതി ശക്തിഃ സൗം ശക്തികോടേതി കീലകം. പിന്നെ തൊഴുതു പിടിക്കുക. മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീലളിത മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധിദ്വാര ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥേ ജപേതി നിയോഗഃ. ഇനി നമ്മൾ കരന്യാസമാണ് ചെയ്യാൻ പോവുക. ആയും അങ്കുഷ്ടാഭ്യാം നമഃ. അങ്കുഷ്ടാഭ്യാം നമഃ എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരല് കൊണ്ട് തള്ളവിരലിന്റെ മുകളിലത്തെ വര മാത്രം, എല്ലാം മുകളിലത്തെ വര മാത്രമേ പ്രസ് ചെയ്യാവൂ. ആയം അങ്കുഷ്ടാഭ്യാം നമഃ ക്ലീം തർജനീഭ്യാം നമഃ സൗം മധ്യമാഭ്യാം നമഃ ആയം അനാമികാഭ്യാം നമഃ ക്ലീം കനിഷ്ഠികാഭ്യാം നമഃ സൗം കരതലകരപൃഷ്ഠാഭ്യാം നമഃ. ഇനിയും ആയും ഹൃദയായ നമഃ ക്ലീം ശിരസേ സ്വാഹ സൗം ശിഖായേ വൗഷഡ്. ശിഖായേ വൗഷഡ് എന്ന് പറയുമ്പോൾ രണ്ട് കൈയും കൊണ്ടുവന്ന് നമ്മുടെ പുറകുവശത്ത് ഏതാണ്ട് കിഡ്നി ഇരിക്കുന്ന ആ ഭാഗത്ത് നട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുക. അതിവിടെ കാണാൻ പറ്റത്തില്ല. ആയും ഹൃദയായ നമഃ ക്ലീം ശിരസേ സ്വാഹ സൗം ശിഖായേ വൗഷഡ് ആയും കവചായഹും. കവചായഹും എന്ന് പറയുമ്പോൾ ഒരു മാർച്ചട്ട ധരിക്കുന്നത് പോലെ കൈ ഇങ്ങനെ വെക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വലതു കൈ മുകളിൽ വരണം. കവചായഹും ക്ലീം നേത്രത്രയായ വൗഷഡ് നേത്രത്രയായ വൗഷഡ്. നേത്രത്രയായ വൗഷഡ് എന്ന് പറയുമ്പോൾ വയറില്, പിന്നെ നെഞ്ചില്, പിന്നെ തലയിലായിട്ട് തൊടുക. നേത്രത്രയായ വൗഷഡ് സൗം അസ്ത്രായ ഭട്ട്.
അസ്ത്രായ ഭട്ട് എന്ന് പറയുമ്പോൾ ഈ 2 വിരലുകൾ ചേർത്ത് കൈയുടെ വെള്ളയിൽ ഒരു അടി കൊടുക്കുക. അസ്ത്രായ ഭട്ട് ഭൂർഭുവസ്സുവരോതി ദിഗ്ബന്ധനാദ് ഭൂർഭുവസ്സുവരോതി ദിഗ്ബന്ധനാദ് എന്ന് പറയുമ്പോൾ ഈ 2 വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തലയ്ക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കണം. ആ വട്ടം വരയ്ക്കുമ്പോൾ മനസ്സിനെ കുറച്ച് വലിയൊരു വൃത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് പറയുക. മറ്റുള്ളതായ ദുർദ്യാവതികളൊന്നും നമ്മുടെ ഈ ജപത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ലക്ഷ്മണ രേഖ നമ്മൾ വരയ്ക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ സഹസ്രനാമം തുടങ്ങുക. ഇത് ഞാൻ ഒന്നുകൂടി പറയാം. ഓം അസ്യ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രമാലാ മന്ത്രസ്യ വശിന്യാദിഭ്യോം വാഗ്ദേവതാഭ്യാം ഋഷിഭ്യോം നമഃ അരിഷ്ടഛന്ദസേ നമഃ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവതായൈ നമഃ ആയും ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം ക്ലീം മധ്യകൂടേതി ശക്തിഃ സൗം ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധിദ്വാര ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥേ ജപേതി നിയോഗഃ അയം അംഗുഷ്ടാഭ്യാം നമഃ ക്ലീം തർജനീഭ്യാം നമഃ സൗം മധ്യമാഭ്യാം നമഃ അയം അനാമികാഭ്യാം നമഃ ക്ലീം കനിഷ്ഠികാഭ്യാം നമഃ സൗം കരതലകരപൃഷ്ഠാഭ്യാം നമഃ അയം ഹൃദയായ നമഃ ക്ലീം ശിരസേ സ്വാഹ സൗം ശിഖായേ വൗഷഡ് അയം കവചായ ഹും ക്ലീം നേത്രത്രയായ വൗഷഡ് സൗം അസ്ത്രായ ഭട്ട് ഭൂർഭുവസ്സുവരോതി ദിഗ്ബന്ധനാദ്. ഇത്രയും ന്യാസം ചെയ്തതിന് ശേഷമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുവാൻ നമ്മൾ സാധാരണ ആരംഭിക്കാറ്. നമസ്കാരം.